ഹലോ ഫ്രണ്ട്സ്, പോക്കറ്റ് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്ന നല്ലൊരു ജോബാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ളൊരു ആപ്പ് ത്രൂ ആണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തികൾക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊരു 5 മിനിറ്റ് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം നല്ല രീതിയിലുള്ളൊരു ഏണിങ്സ് ഈ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് 100% വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ആളുകൾ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. വളരെയധികം ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നതാണ്. ഒപ്പീനിയൻ ഷെയറിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് വരട്ടെ. ഇത് നമ്മുടെ സർവേ പോലത്തെ ആപ്സും കാര്യങ്ങളും ഒന്നുമല്ല. ഇതിനകത്ത് നമ്മൾക്ക് അവർ ഓരോ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു സ്റ്റോറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സ്റ്റോറിക്ക് അവർ ചോദിക്കുന്ന ആൻസറുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമുക്ക് അറിയാവുന്ന ആൻസറാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അത് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് അവർ റിവ്യൂ ചെയ്തിട്ട് നമുക്കതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള എമൗണ്ട് അവർ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ പേ ചെയ്ത് തരും. അപ്പോൾ മാക്സിമം ഒരു ക്വസ്റ്റ്യന് 5 രൂപ മുതൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും കുറഞ്ഞതുണ്ട്, പക്ഷേ എനിക്ക് 5 രൂപ മുതലുള്ള ക്വസ്റ്റ്യൻസാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 5 രൂപ മുതൽ നമുക്ക് 50 രൂപ വരെ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എമൗണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തികൾക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ എങ്ങനെയാണ് ഇതിനകത്തൊന്ന് ഏൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് എടുക്കേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. പിന്നെ ഇതിനകത്തുനിന്ന് എങ്ങനെ കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം. പിന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാട് സ്റ്റുഡൻസും അതുപോലെ തന്നെ വീട്ടിൽ ഇതുപോലെ ഓൺലൈൻ ജോബ്സൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആണെന്ന് ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പ്ലേയിലോട്ടാണ് ഡയറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ബീസ് എന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഡൗൺലോഡ് ചെയ്ത് അവർ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ 4.3 റിവ്യൂ റേറ്റിംഗ്സ് ഒക്കെ ഉള്ളൊരു ആപ്പാണിത്. പ്രത്യേകിച്ച് നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ, പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന ആപ്പുകൾ അത്രയ്ക്കും ട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ പേയ്മെൻറ്റ് പ്രോബ്ലംസ് ഒന്നും വരുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നല്ല രീതിയിൽ ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമുക്ക് അവർ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ധാരാളം സ്റ്റോറീസ് ഇങ്ങനെ വന്ന് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇത് അൺലിമിറ്റഡായി നിങ്ങൾക്ക് വർക്ക് കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പം വേറെ ഏതോ ഒരു കൺട്രിയുടെ ഇൻ്റർഫേസാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ് കേട്ടോ അവർ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത് സ്റ്റോറി വരുമ്പോൾ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും വരുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും വരുന്നത്. അതിന് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വർക്കെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം ഇവിടെ. അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് വർക്ക് കിട്ടണമെന്നില്ല. അപ്പം വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള റെഫറൽ ID നിങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കണ്ടോ, ആഡ് ദ കോഡ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ, ഈ ഒരു മഞ്ഞ കളറിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ റെഫറൽ കോഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ റെഫറൽ കോഡ് കറക്റ്റായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആ ഒരു റെഫറൽ കോഡ് കൊടുത്തു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് വരുന്നത്. നിങ്ങളത് റെഫറൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 വർക്ക് കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് റെഫറൽ കോഡ് അടിച്ചു കൊടുക്കണം.
അപ്പോൾ ഇപ്പം തന്നെ എനിക്കിവിടെ ഒരു വർക്ക് വന്ന് കിടപ്പുണ്ട്, കണ്ടോ. ഇതൊരു 5 രൂപയുടെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്, 5 രൂപയുടെ ഒരു സ്റ്റോറിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, സ്നാക്കിനെ കുറിച്ചിട്ട് പറയാനാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഓരോ ദിവസം അവർ നമുക്ക് ഓരോ ദിവസവും അവർ തരും. അപ്പോൾ അതിനകത്ത് എത്ര സമയം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്കത് വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് ഓപ്പണായിട്ട് വരും. അപ്പോൾ അവർ നമ്മളോടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇവിടെ സ്നാക്കിൻ്റെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ സ്നാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്നാക്ക് ഏതാണ്, എന്തുകൊണ്ടാണ് നിങ്ങളത് ഇഷ്ടപ്പെടുന്നത്, അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇതുപോലെ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കിനെ കുറിച്ച് ചോദിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, അതായത് ബ്രാൻഡ് നമ്മൾ ചില ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്യാറില്ലേ, അതിപ്പോൾ എന്തിൻ്റെ ആയാലും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ വർക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ യെസ് ഓർ നോ ഒന്നും പറഞ്ഞൊന്നും കൊടുക്കരുത്. മാക്സിമം കുറച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം ഇതിനകത്ത് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് എക്സാമ്പിൾ നമ്മളെടുക്കുക ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ആ ഒരു പേര് മാത്രം ഫസ്റ്റ് നിങ്ങളിപ്പോൾ സിമ്പിളായിട്ടൊരു പേര് മാത്രം പറയുവാണെങ്കിലും അവർ തിരിച്ച് നമ്മളുടെ അടുക്ക് അത് എന്തുകൊണ്ടാണ് നിങ്ങളത് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ അതിൻ്റെ റീസൺ നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ അവർ ട്രയൽ തരും കേട്ടോ. നമുക്ക് ഇതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നമുക്കൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ട്രയൽ തരും. അപ്പോൾ ട്രയലിനകത്ത് ഇതുപോലത്തെ സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 രീതിയിലുള്ള വർക്കുകൾ വരും. അതായത് ഇപ്പോൾ വന്നേക്കുന്ന സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. സ്റ്റോറി മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ ഫോട്ടോയൊന്നുമല്ല, നമ്മളിപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു ഫുഡിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാനായിട്ട് പറയും അങ്ങനെ. അപ്പോൾ ഫോട്ടോയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാമറയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് കൊടുക്കേണ്ട ഫോട്ടോയാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ എവിടെ നിന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറി അവർ റിവ്യൂ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പം അവർക്ക് സാറ്റിസ്ഫാക്ഷനും കൂടെ കിട്ടണം. അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ അവർ നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. പേയ്മെൻറ്റ് കിട്ടാതിരിക്കാൻ ചാൻസ് ഒന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഫോട്ടോ ആഡ് ചെയ്യുന്ന സ്റ്റോറികൾക്ക് എമൗണ്ട് കൂടുതലായിരിക്കും. 50 രൂപ മുതൽ മേളോട്ട് കിട്ടുന്ന സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ എനിക്കിതുവരെ 50 രൂപ വരെയാണ് ഹയസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചോദിക്കാം. പിന്നെ പേയ്മെൻറ്റ് വരുന്നത് ഇവിടെ തന്നെ നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ 2 വർക്ക് റിജക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് സ്ട്രീറ്റ് ബീസ് ടിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അതൊന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അത് വീണ്ടും അവർ നമുക്ക് ഒരു തവണ നമുക്ക് റിജക്റ്റ് ആയാലും വീണ്ടും നമുക്ക് അവർ തരും, ഒന്നും കൂടെ ആ സ്റ്റോറി തന്നെ നമുക്ക് തരും അത് ചെയ്ത് ശരിയാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടാമത് ചെയ്തപ്പോൾ അത് ശരിയായിട്ടുണ്ട്, അത് കംപ്ലീറ്റഡ് ആയിട്ട്. അതിന് നമുക്ക് ആദ്യം തരുന്ന സ്റ്റോറിക്ക് എമൗണ്ട് ഒന്നുമില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോറിക്ക് എനിക്ക് എമൗണ്ട് വന്നിട്ടുണ്ട് കണ്ടോ, 50 രൂപ, 5 രൂപ, അങ്ങനെ 55 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം റിജക്റ്റ് ആയിട്ടുണ്ട്, 2 എണ്ണം റിജക്റ്റ് ആയിട്ടുണ്ട്. അതെനിക്കിനി അവർ നമുക്ക് വീണ്ടും അത് ചെയ്യാനായിട്ട് അവർ തരും. അന്നേരം നമ്മളത് ഒന്നും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യം ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് അവർ റിവ്യൂ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഇവിടെ എല്ലാം നോക്കാനായിട്ട് ഇനി എന്തൊക്കെ സ്റ്റോറി വരും കണ്ടോ. ഇനി നമുക്ക് വരാൻ പോകുന്ന സ്റ്റോറിയൊക്കെ ഇവിടെ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പേയ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്പാൽ ത്രൂ ആണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാത്തത്. പാൻ കാർഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗൂഗിളിൽ തന്നെ സിമ്പിളായിട്ട് പേയ്പാൽ അക്കൗണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പേയ്പാൽ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ
ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ തന്നെ ഈ ഒരു റെഫറൽ കോഡൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ജോബ്സൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.